ഏവർക്കും നമസ്കാരം. പ്രകൃതി ആത്മീയ പഠനങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ഏവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി തന്നെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിഷയം ഇതാണ്. പോസ്റ്റർ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ഗോഡ്സ് ഡിവൈൻ പാത്ത് ഓഫ് ലൈഫ് ഈസ് വൺ ഓഫ് ദ പെർഫെക്റ്റ് ഹാർമണി. ദൈവത്തിങ്കൽ സ്വീകാര്യമായ ജീവിതപാത അനുരൂപനത്തിൻ്റെതാണ്. സർവ്വതിനെയും ഉരുവാക്കിയ ദൈവം അല്ലെങ്കിൽ പ്രകൃതി ജീവിത സൗഖ്യത്തിനും സമാധാനത്തിനും നിലനിൽപ്പിനും വേണ്ടി മുന്നോട്ട് വെച്ച മൂല്യം അനുരൂപനമാണ്. മൂർത്തമായതിനോടും അമൂർത്തമായതിനോടും സർവാത്മന പൊരുത്തപ്പെടുക എന്നതാണ് അനുരൂപനത്തിനർത്ഥം. അവനവനോടും മറ്റുള്ളതിനോടും സർവ്വതിനോടും അനുരൂപനത്തിലായിരിക്കുന്ന സമയത്താണ് അതിന്റെ ഇടപെടലിന്റെ ഘർഷണം ഇല്ലാതായി ആ സത്തയ്ക്ക് സമാധാനത്തിലായിരിക്കാൻ കഴിയുക. ജൈവസത്തയായ മനുഷ്യന്റെ അഹത്തിന്റെ വേലിക്ക് എത്രത്തോളം കനം കൂടുന്നുവോ അത്രത്തോളം പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറയുന്നു. സത്ത അതിന്റെ അഹത്തിന്റെ വേലിയുടെ കനം എത്രത്തോളം കുറച്ച് ലഘുവായി ദൈവത്തോട് പ്രകൃതിയോട് അനുരൂപനത്തിലാകുന്നുവോ അതിനനുസരിച്ച് ജീവനും ജീവിതവും ലഘുവും സമാധാനപൂർണവും ആയി മാറുന്നു. ഇതാണ് ഇന്നത്തെ വിഷയം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പ്രകൃതി അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ നമ്മൾ ഉപരിവ്യവസ്ഥ എന്ന് പറയും. ഈ ഉപരിവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ധർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഉരുവായത്. ആ ഒരു ഡിസൈനിങ്ങിൽ, ആ ഒരു പ്ലാനിങ്ങിൽ, ആ ധർമ്മ പൂർത്തീകരണത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത ആളുകളാണ് നമ്മൾ. ഈ പ്രപഞ്ചത്തിലെ സകലവിധ സംവിധാനങ്ങളും സകലവിധ ജീവജാലങ്ങളും എല്ലാം തന്നെ ഈ ധർമ്മ പൂർത്തീകരണത്തിന് വേണ്ടി ഉരുവായതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഈ ധർമ്മ പൂർത്തീകരണം ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സത്തയ്ക്ക് നിശ്ചിത പല രീതിയിലുള്ള മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ധർമ്മ പൂർത്തീകരണം ശരിയായ രൂപത്തിലാവാനും ഉപരിവ്യവസ്ഥയുമായിട്ട് പ്രോപ്പർലി പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻസ് നടത്താനും നമുക്ക് കഴിയുകയുള്ളൂ. അതിൽ ദൈവം മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് അനുരൂപനം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പല വസ്തുക്കള് മൂർത്തമായതുമുണ്ട് അമൂർത്തമായതുമുണ്ട്. മൂർത്തമായത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ടാഞ്ചിബിൾ ആണ്, നമുക്ക് ഫിസിക്കലി തൊട്ട് അറിയാൻ കഴിയുന്നതാണ് മൂർത്തമായത് എന്നുള്ളത്. അതുപോലെ തന്നെ അമൂർത്തമായത് നമുക്ക് ഫിസിക്കലി തൊടാൻ കഴിയാത്ത സാധനങ്ങളുണ്ട്. അതായത് പ്രകൃതിയിലുള്ള മനുഷ്യന്മാര്, ജീവജാലങ്ങള്, മെറ്റീരിയൽസുകള്, ഇതൊക്കെ മൂർത്തമായ വിഭാഗങ്ങളിലാണ് വരുന്നത്. അമൂർത്തമായത് എന്ന് പറയുന്ന സമയത്ത് ആശയങ്ങള്, അനുഭവങ്ങള്, സന്തോഷങ്ങള്, സങ്കടങ്ങള്, ഇത്തരം അമൂർത്തമായത് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരും. ഈ മൂർത്തമായതിനോടും അമൂർത്തമായതിനോടും നമുക്ക് പൊരുത്തപ്പെടാനുള്ള കഴിവിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് അനുരൂപനം എന്ന് പറയാം. പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണ് അനുരൂപനം. ഇത്തരത്തിൽ പെർഫെക്റ്റ് ഹാർമണൈസ് ആയി പോവുക എന്നുള്ളതാണ് അനുരൂപത്തിന് അർത്ഥം. അതായത് സർവ്വതിനോടും, നമ്മളോടും, അവനവനോടും സർവ്വതിനോടും മറ്റുള്ളതിനോടും എല്ലാ രീതിയിലും നമുക്ക് ആ സത്തയ്ക്ക് പൊരുത്തപ്പെട്ടു പോവാൻ കഴിയുന്ന സമയത്താണ് സമാധാനത്തിലായിരിക്കാൻ കഴിയുക. ആധാനമാണ്. സമമായിട്ടുള്ള ആധാനം എന്ന് പറഞ്ഞാല് സംയോഗം, കൂടിച്ചേരൽ. ആ സംയോഗത്തിൽ നിൽക്കാൻ കഴിയുക ഈ അനുരൂപനം നമ്മളുടെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്താണ്. അഹത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അഹങ്കാരം, പ്രകൃതി, ബോധത്തിന്റെ പരിണാമത്തിന്റെ ഘട്ടങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് പറയുന്നതാണ്. ബോധത്തിന്റെ സാന്ദ്രീകൃത അവസ്ഥ ആവുന്ന സമയത്താണ് അതൊരു എൻറ്റിറ്റി, ഒരു സത്തയായിട്ട് മാറുന്നത്. അതിൽ നമ്മൾ പറയും അഹം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ എന്ന് പറയും. അതിനെ നമ്മൾ ഫിലോസഫിക്കലി അഹങ്കാരം എന്നുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ അഹം എന്നുള്ളത് ഒരു വേലിയാണ്, അല്ലെ? ഈ ഒരു വേലി ഉള്ളത് കൊണ്ടാണ് നമ്മളെന്ന സത്തക്ക് നിലനിൽപ്പുള്ളത്. ഈ വേലിയിലാണ് നമ്മളെന്ന സത്ത നിലകൊള്ളുന്നത്. സെൽഫ് പ്രൈഡ് അല്ലെങ്കിൽ സെൽഫ് ഈഗോ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും.
ആ വേലിയുടെ ഉള്ളിലാണ് നമ്മളെന്ന സത്ത നിലനിന്ന് പോകുന്നത്. ഈ അഹത്തിന്റെ വേലിയുടെ കട്ടി, അതായത് വേലിയുടെ കനം എത്രത്തോളം നമ്മൾ കൂട്ടുന്നുവോ, വേലിയുടെ ഈ കനം എത്രത്തോളം നമ്മൾ കൂട്ടുന്നുവോ അത്രത്തോളം ഈ അഹത്തിന് പ്രകൃതിയുമായിട്ട്, ദൈവവുമായിട്ട്, ഉപരിവ്യവസ്ഥയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കുറവായിട്ട് വരുന്നു. ഈ വേലിയുടെ കട്ടി നമ്മൾ എത്രത്തോളം കൂട്ടുന്നുവോ അത്രത്തോളം അതിന്റെ കമ്മ്യൂണിക്കേഷൻസ്, ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഉപരിവ്യവസ്ഥയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കുറഞ്ഞു വരുന്നു. അതിന് പകരം ഈ വേലിയുടെ കട്ടി നമ്മൾ കുറച്ച്, ഈ വേലിയുടെ കനം നമ്മൾ കുറച്ചിട്ട് എത്രത്തോളം നമ്മൾ പ്രകൃതിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നോ, ട്രാൻസ്പെറന്റ് ആവുന്നോ, സുതാര്യമാവുന്നോ, എത്രത്തോളം നമുക്ക് വിനിമയം ചെയ്യപ്പെടാൻ കഴിയുന്നുവോ അത്രത്തോളം നമ്മളും പ്രകൃതിയും, നമ്മളും ദൈവവും, നമ്മളും ഉപരിവ്യവസ്ഥയും തമ്മിൽ ഒരു അനുരൂപനത്തിൽ എത്താൻ കഴിയും. ഈ അനുരൂപനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ജീവിതത്തിൽ ആ ദൈവത്തിലേക്കുള്ള എത്തിച്ചേരലിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഈ വേലി എന്ന് പറയുന്നത് ഞാൻ എന്ന ബോധം, അതായത് അഹംകാരം വിട്ടിട്ട് അഹംഭാവം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ, എന്റേത് എന്നുള്ള വാക്കുകൾ ഉണ്ടല്ലോ, നമ്മൾ ജീവിതത്തിൽ പല സ്ഥലങ്ങളില് പല സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. ഞാൻ, എന്റേത്, എന്റെ കാര്യം, ഞാൻ ചെയ്തു, എന്റെ ആശയങ്ങള്. ഈ വാക്കുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ വേലിയുടെ കനം കൂടി വരുന്നു. ഈ വേലിയുടെ കനം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം നാമും ദൈവവും തമ്മിൽ, നാമും ഉപരിവസ്ഥയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അത് കുറഞ്ഞു വരുന്നു. ഈ വേലിയുടെ കനം ഞാൻ അല്ലെങ്കിൽ എന്റേത് എന്ന് വിട്ടിട്ട് നമ്മൾ, നമ്മുടേത്, ആ രൂപത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഈ വേലിയുടെ കനം കുറഞ്ഞു വരികയും നാമും ദൈവവും തമ്മിൽ ശരിയായ രൂപത്തിൽ അടുക്കാനും ഈ കമ്മ്യൂണിക്കേഷൻസ് ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുന്നു. അതാണ് ഗുരുക്കന്മാരും ആചാര്യന്മാരൊക്കെ മുന്നോട്ട് പറയുന്നത്. ഞാനെന്ന ഭാവം വിട്ടിട്ട് നമ്മൾ എന്നുള്ള വാക്കുകളിലേക്ക് പോകണം എന്നുള്ളത്. ഇത് ഞാനെന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഞാനാണ് എല്ലാം ചെയ്യുന്നുള്ള ഒരു ഹ്യൂമൻ സെൻട്രിക് കാഴ്ചപ്പാടിൽ നിൽക്കുന്ന സമയത്താണ് അത്തരം ബോധത്തിലേക്ക് നമ്മൾ പോവാ. അതിന് പകരം നാമും പ്രകൃതിയും ഒന്ന് തന്നെയാണ്, അതിന്റെ ഭാഗമാണ്. ആ ബോധത്തിന്റെ ഒരു പോർഷനാണ്, ജീവാത്മാവാണ് നാം എന്നുള്ള ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ വരുന്ന സമയത്ത് ഇത് വിടും. അപ്പോൾ ഈ അഹത്തിന്റെ വേലി കുറഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ്, അത് തന്നെയാണ് അനുരൂപനം. ആ ഫ്രീ കമ്മ്യൂണിക്കേഷൻസ് ആണ് അനുരൂപനം. അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സമയത്ത് നാമും പ്രകൃതിയും തമ്മിൽ ഒരു പെർഫെക്റ്റ് ഹാർമണി ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ അപ്പൂപ്പൻ താടി അറിയാലോ എല്ലാവർക്കും. അപ്പൂപ്പൻ താടി ഇങ്ങനെ പാറി പാറി പോകും. അപ്പൂപ്പൻ താടിന്റെ ഒരു ലൈറ്റ് വെയിറ്റ് ഉണ്ടല്ലോ, അത് അതിന്റെ കാര്യങ്ങൾ ചെയ്യും. ആ പാറി പാറി പോക്കുണ്ടല്ലോ, അത് എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് സെറ്റിൽ ആവും. അത്രത്തോളം ലഘുവാവും, ജീവിതം തന്നെ ലഘുവാവും. ജീവിതവും ലഘുവായ രീതിയിലേക്ക് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പൊ കാറ്റടിച്ച ബോളുകൾ നമ്മൾ കൂട്ടിയിട്ട് ഹോളിലോ എവിടെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്താൽ ഈ ബോളിന് ടെമ്പർ കൂടുതലാണെങ്കിൽ ഇത് തമ്മിൽ ഇടി കൂടും അല്ലെ. ഇപ്പൊ നമ്മള് ഫുട്ബോളിലൊക്കെ തന്നെ ഈ കാറ്റ് ഫുള്ളാക്കൂലല്ലോ, അതിനൊരു കണക്കുണ്ട്. അപ്പൊ ഈ കണക്ക്, അതിന്റെ ടെമ്പർ കുറച്ചാലേ നമുക്ക് അതുമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ എത്രത്തോളം നമ്മളുടെ ടെമ്പർ കൂടുന്നോ അത്രത്തോളം നമുക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻസ്, അത് വേറൊരു വസ്തുവുമായിട്ടോ വേറൊരു ആശയങ്ങളുമായിട്ടോ ഒക്കെ കൂട്ടിമുട്ടലുകൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. എത്രത്തോളം നമ്മൾ ടെമ്പർ കുറക്കുന്നോ, ഇതാണ് അഹത്തിന്റെ വേലി. അപ്പൊ ഈ അഹത്തിന്റെ വേലിയുടെ കട്ടി നമ്മൾ എത്രത്തോളം കുറക്കുന്നുവോ അത്രത്തോളം നമുക്ക് പ്രകൃതിയുമായിട്ട്, ദൈവവുമായിട്ട് അനുരൂപനത്തിലാവാൻ കഴിയും. ഇതാണ് വിസ്ഡം. നമ്മൾ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇതാണ് അറിവ് അല്ലെ. അനുരൂപനമാണ് അറിവ്. ഈ അറിവാണ് ദൈവം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ മൂല്യം. ഈ മൂല്യത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിലുള്ള വികാരങ്ങളെ, നമ്മളിലുള്ള പ്രക്ഷുബ്ധതകളെ, നമ്മളിലുള്ള ഇടപെടലുകളെ എത്രത്തോളം നമുക്ക് അതുമായിട്ട് യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ആ രൂപത്തിലാവുന്ന സമയത്ത് നമ്മൾക്ക് സമമായിട്ടുള്ള സംയോഗം, ആ കൂടിച്ചേരൽ നമുക്ക് ജീവിതത്തിൽ അനുഭവമാവും എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇത്തരത്തിൽ ദൈവിക മൂല്യത്തെ, ഈ അനുരൂപനം എന്ന മൂല്യത്തെ മുറുകെ പിടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിന് നമുക്ക് സമാധാനവും ജീവിതം ആനന്ദകരമാക്കാനും കഴിയും. അത്തരം ബോധ്യങ്ങൾ നിങ്ങൾ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.